ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്ര പ്രഭു കി ജയ്. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ശൂർപ്പണഖാവിലാപം. രാവണഭഗ്നിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോട് അവനും മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളും മുര ചെയ്താളത്രയും. മൂടൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിശടൻ എന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നതുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുഷം വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്ത് കിടന്നീടല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ കുട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നത് കേട്ട് ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും എന്നാലന്തകൻ തനിക്കു നൽകിയിടുവൻ അവനെ ഞാൻ. സോദരി ചൊന്നാളത് കേട്ട് രാവണനോട് യാതു താനാധിപതയെ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തെങ്കിൽ നിന്നാനന്ദം പൂണ്ട് താനേ സഞ്ചരിച്ചിടങ്കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമീ തടമ്പുക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയഭൂതൻ ജഡാവൽക്കലവും കൊണ്ടും ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും ദവസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ അവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷ നാരിമാരിലേവും കാൺമാനുമില്ല കേൾപ്പാനുമില്ല നോനം. ഇന്ദിരാദേവിദാനം ഗൗരിയും വാണിമാതം ഇന്ദ്രാണിദാനം മല്ലുൾ അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും. ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്ന് കൽപ്പിക്കാം. വികൽപ്പമില്ലൽപ്പവും അതിനിപ്പോൾ തൊൽപത്നിയാക്കിയിടുവാൻ തക്കൾ വിളെന്ന് കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽകുജനാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തം കരനോട് ചെന്ന് ഞാൻ അറിയിച്ചേൻ യഥാർത്ഥം നക്തഞ്ചരാനീകിനിയോടും. അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം 3:45 കൊണ്ടവൻ ഒടുക്കിനാൻ. ഭസ്മമാക്കിയിടം പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയൻ രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗയെ വസിക്കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നോട് മണിയറ തന്നിൽ അങ്ങ് അമ്പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രം വിചിത്രമോർത്തോളം ഇതമൊരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ ദാനം യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും. പത്തികൾ 14,000 മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമെന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ
എന്നെ കൊല്ലുവാനൊരുമ്പെട്ട് വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യം. എന്നാൽ അല്ലലിൽ ഒന്നുകൊണ്ട് മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോ നാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത് രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. രാവണമാരീച സംഭാഷണം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞ് ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരിപാരാതെ പരാവരപരമാം തിരന്തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ട് ജഡാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ച് സമാധി പൂണ്ട മോദത്തോട് മരുവീടിന മാരീജനം. ലൗകികാത്മനാ ഗൃഹത്തിങ്കൽ ആഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോട് മുത്താനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലടച്ച ആനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനം, എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളവരിൽ മുമ്പനല്ലോ. ന്യായമായി നിൽക്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നീ ചെയ്യുവാൻ മടിയില്ല എനിക്കേതം. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ല എനിക്ക് മന്നെപ്പോലെ മറ്റൊന്നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിവർ ഇതുകാലം കമളഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യെ വന്നു വാഴുന്നിതവർ ബലാലനുട ഭഗിനിതൻ. നാസികാകുജങ്ങളും കർണവും ഛേദിച്ചത് കെട്ടുടൻ കരാദികൾ ചെന്നിത് 14,000 അവരെയും നിന്നു താൻ ഏകനായി ഇട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിത് 3.25 നാഴിക കൊണ്ട് രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവേനതിന്നു നീ ഹേമവർണ്ണം പൂണ്ടൊരുമാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരെ താക്കൂ അമഗാത്രിയെപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതം. ഭക്തിഗന്ധരവാക്യം കേട്ടും അരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നോട് ശത്രുവല്ലോ. നിന്നോട് നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ വാർത്തിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ. നല്ലത് നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നെങ്കിൽ നല്ലതല്ലേതും നിനക്ക് തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട് അകതാരിൽ മാമകേ രാജരത്നരമണി രഥാദികൾ കേൾക്കുമ്പോൾ അതിവീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയം. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയം. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു ഓരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ. പൗലോസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുക എന്നത് കേട്ട് ചിന്തിച്ചു വിധാതാവും മർത്തിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മനുഷ്യവേഷം പൂണ്ടു ഭക്തികന്ധരൻ തന്നെ കൊല്ലണം നടിയാതെ. അങ്ങനെ തന്നെ ഇന്നു സതയം ചെയ്ത് നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മനുഷ്യനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനും ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ. പോയാലും പുരമ്പൊക്കെ സുഖിച്ചു വസിക്ക നീ മയാ മനുഷ്യൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാരീജൻ പറഞ്ഞത് കേട്ട് രാവണൻ ചൊന്നാ നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചു സത്യസങ്കല്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ നന്നു നിന്ന് അജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടം. ഒന്നുകൊണ്ടും ഞാൻ ഇടങ്ങിയിടുകയില്ല നോനം ചെന്ന് മൈതിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ട മഹാഭഗ പൊന്മാനായി ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേറിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനെ മറുത്തു നീയുര ചെയ്യുന്നതാകിൽ
നിന്നോടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടെന്നു തന്നെ എന്നത് കേട്ട് വിചാരിച്ചതു മാരീചനും നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം, പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാൽ എന്ന് ചിന്തിച്ച ആമോദം പൂണ്ട് പുറപ്പെട്ടാലും എന്നുര ചെയ്താൻ. രാമസായകമേറ്റു മരിച്ചാലെന്ന് ചിന്തിച്ച ആമോദം പൂണ്ട് പുറപ്പെട്ടാലും എന്ന് ചൊന്നാൻ. രാക്ഷസ രാജാഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരു പൊന്നിറമായുള്ളൂരോ മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തി കന്ധരൻ തേരിൽ അമ്മാറു കരേറിനാൻ, ചിന്താർബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായി ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസനം അന്ധനായി ചമഞ്ഞിതോ. മാരീചൻ മനോഹരമായി ഒരു പൊന്മാനായി ചരപുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്ത മുക്തഭാവത്തോട് ഓരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിലുൾപ്പൊക്കും. പിന്നെ വേഗേന പുറപ്പെട്ട് തുള്ളിച്ചാടിയും അനുരാഘഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ, കാന്തേ കാന്തേ കേൾനീ, രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിന് ഇപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം, അതിന് മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. അഗ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ, ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം. ആശ്രയാശങ്കലൊരാണ്ടിരുന്നിടണം, ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവിദാനം കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി അഗ്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുവായും. അപ്പോൾ മാരീച നിഗ്രഹം മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയൻ രാമചന്ദ്രനോടുര ചെയ്താൻ. ഭർത്താവേ കണ്ടിയിലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മരുക്കമുണ്ട് എത്രയും എന്ന് തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിത് നമുക്കൊന്ന് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും. ഭർത്താവേ ജഗൽപദേ മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ അതുതാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ ചിന്തിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞെടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പഠിത്തമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ട് ദൂരത്തായൊരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനമത് കൊണ്ട് ഭൂമിയിൽ വീണ നേരം പന്മല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതോ ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാ, ഹാഹാ മേ വിധിഫലം പാഹി മാം ദയാനിധേ. ആതുരനാഥം കേട്ട് ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലം മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാർ ഇപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായി, കാരി ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ നല്ല ചോരനെത്രയുമേവം കരഞ്ഞത് അവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. ഭക്തികന്ധരൻ തനിക്കതിനുള്ള ഉപായമിതെന്തറിയാതെരുൾ ചെയ്യുന്നീതത്രയെല്ലാം ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ സൈന്യനാഥം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അത് കേട്ട് കണ്ണു നീർത്തോകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളത് നേരം രക്ഷോ ജാതിയിലത്രേ നീയമുണ്ടായി നോനം. ഭാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവച്ചത് ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലെല്ലാം. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ
കൂടെ പോന്നിതു നീയൻ രാമന് നാശം വന്നാൽ ഗുണമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല ദാനം ഇന്നുമൽ പ്രാണത്യാഗം ജീവൻ ഞാൻ അറിഞ്ഞാലും ചേതസീ ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധിയാതിരിച്ചില്ല രാഘവനേതം രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷൻ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ തരം വാക്ക് കേട്ടോ സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോരുര ചെയ്താൾ നിനക്കോ നാശമെടുത്തിരിക്കുന്നതോ ഭാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും തരം ചൊല്ലിയിടുവാൻ ചോന്തിയതെന്തേ ചണ്ടി ദിഗ്ദിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ മനുവംശാദീശ്വര ഭഗ്നിയെ പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു വന്തം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും അന്തരം കണ്ടു ദശകന്ധരൻ മദനപാനന്ദനായി അവതരിച്ചിടിനാനവനിൽ ജടയും വൽക്കലവും ധരിച്ച് സന്യാസിയായുടെ ജാങ്കണേ വന്നു നിന്നിതോ ദശാസനം ഭിക്ഷുവേഷത്തെ പുണ്ടരിക്ഷോനാഥനെ കണ്ടു തൽക്ഷണം അയാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്തിയാ ബലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ അത്രൈവ ബലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരം ഇരുന്നിടുകാത്തവോ നിതേ ഭർത്താവ് വരും ഇപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുദ്രാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ട് സുത്തരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനേ കമനീയാങ്കി നീയാരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും നിഷ്ഠൂരജാതികളാൻ രക്ഷസാരധിക നിഷ്ഠജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണിതാനെ വാഴുന്നതെന്തോരായുധപാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നോട് പരമാർത്ഥം പറയുന്നുണ്ട് താനും മേദിനി സുതയതു കേട്ടുര ചെയ്തിടിനാൽ മേദിനി പതിവരനാം അയോധ്യാധിപതി വട്ടമില്ലാതെ ശ്രുതനാം നൃപാധിപജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുത വീര്യൻ തന്നോട് ധർമ്മഭഗ്നി ജനകാത്മജ ജ്ഞാനോധന്യനാം അനുജനം ലക്ഷ്മണൻ എന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങ് വന്നിരിക്കുന്നു ദണ്ഡകാവനം തന്നിൽ 14 ആണ്ട് കഴിവോളവും വേണം താനും അതിന് പാർത്തിരുന്നിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടി ഞാറിഞ്ഞൽ തമ്പുനാരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനേ പഞ്ചബാണാദിവാസേ പൗലസ്ത്യതനേനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളോ നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലം അതിനു നീ പോരണം മയാസാകം ലങ്കയാൻ രാജ്യം ആനോർ നാട്ടിലും മനോഹരം കിങ്കരനായി എന്തവ ലോകസുന്ദരീനാഥേ താപസവേഷം പൂണ്ട രാമനാൽ എന്തുബലം താപം ഉൾക്കൊണ്ട് കാട്ടിലിങ്ങനെ നടക്കേണ്ട ശരണാഗതാനായ എന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ട് അതിഭയത്തോടം വൈവർണ്യം പൂണ്ട് ജാനകി ചെന്നാൾ മന്ദം കേവലം അടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമെപ്പോൾ മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ അഗ്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മുടാത്മാവേ രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇതു മൂലം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണൻ ഏറ്റം തിങ്ങിയിടം ക്രോധം പൂണ്ട് മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അജ്ഞന ശൈലാകാരം കാണായ നേരം ഉള്ളിൽ അഞ്ചുസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവപത്നിയെയും തേരതിലെടുത്തു വച്ച ആകാശമാർഗേ ശീഘ്രം പോയി ദൂതശാസനം ആഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ ആഹമൽ പ്രാണേശ്വര പഹിമാം ഭയാതുരം ജഡായ് സംഗമം തരം സീതാവിലാപം കേട്ടോ പക്ഷീന്ദ്രനും സത്വരമുത്താനം ചെയ്തെത്തിനാൻ ജഡായുവും തിഷ്ടതിഷ്ടഗ്രേ മമസ്വാമിതൻ ഭഗ്നിയെയും കട്ടുകൊണ്ടെവിടേക്ക് പോകുന്നു മൂടാത്മാവേ അധ്വരത്തിങ്കൽ ചെന്നു ശനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും രുദ്രരാജനും ഒരു പത്രവാനായുള്ളൊരു രുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടധികൃതനായ ഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാർ അബ്ദിയും പത്രാനിൽ ക്ഷുബ്ധമായി ചമയുന്നിതദ്രികൾ ഇളകുന്നു വിദ്രുതം അതുനേരം കാൽ നഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിയെടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു തീഷ്ണതുഷ്ട അഗ്രം കൊണ്ട് തീർത്തിടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ
രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും മുടങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നു ഒരു രാത്രി ചാരീന്ദ്രൻ. അപ്പോൾ ധാത്രീപുത്രിയെ തത്രധാത്രിയിൽ നിർത്തി പുനരോർത്തു ചന്ദ്രഹാസം ഇളക്കി ലഘുതരം പക്ഷിനായകരുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ഇക്ഷതീ തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണതയ്ക്കു നോക്കി മറ്റൊരു തേറിലേറി തെറ്റെന്നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിട്ടവരായിട്ടെന്നോർ. ഇറ്റിറ്റു വീഴിയിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർക്കുഴലിയാം ജാനകീ ദേവിദാനം. ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനം പുകായിന്നു. വൃത്തിപുത്രിയും വരം പത്രിരാജന് നൽകി വൃത്തിമണ്ഡലമകന്നാശുമേൽ പോട്ടുപോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തോ ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരും എനിക്കില്ലല്ലോ പാവം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരിശൻ ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ ദയാനിധേ. രാമ രാമ ആത്മാ രാമ ലോകാഭിരാമ രാമ ഭൂമി ദേവിയും എന്നെ വെടിഞ്ഞാളിത് കാലം. പ്രാണവല്ലഭ പരിത്രാഹിമാഞ്ചകൽപതേ, കവണവാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസാ മഹാസത്വവാരിതേ നാഥ. ഇത്തരം വിലാപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രൻ ഇങ്ങെത്തുമെന്ന് ശങ്കയാ നക്തഞ്ചരൻ. ചിത്തവേഗേന നടന്നിടിനാനതു നേരം വൃത്തിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിധൃതം വിഭൂഷണ സഞ്ചയം അഴിച്ചു തന്നുത്തരയാർദ്ധഖണ്ഡം കൊണ്ട് ബന്ധിച്ചു രാമഭദ്രന് കാൺമാൻ യോഗം വരികെന്ന കതാരിൽ സ്മൃത്വ കീഴ്പോട്ട് നിക്ഷേപിച്ചു സീതാദേവി മത്തനം നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ. അബ്ധിമുത്തീരിതൽപത്തനംഗത്വാദൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലെ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചുകൊള്ളുന്നുറപ്പിച്ചു തൻ്റെ വസ്തിമൊൾപ്പൊക്ക് വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളത് കാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രപങ്കും വിട്ട് സന്തത്വമാൻ ചിത്തത്തോടും രാമ രാമേതി വിജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീ ചരാകുല നാരികളുടെ മധ്യേ നീഹാര ശീതാതപവാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടും ആയാസങ്കടം മനുഷ്യജന്മത്തിങ്കൽ ആർക്കില്ലാത്തോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.